ജപ്പാനിലെ ഒരു കാർഷിക ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അവൻ്റെ കുടുംബം ദരിദ്രരായിരുന്നു. അവരെല്ലാം വളരെ കുറച്ച് മാത്രം പണമുള്ളതിനാൽ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചു. 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി. അവൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനായി ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യാൻ വേണ്ടിയായിരുന്നു. സൂര്യോദയത്തിന് മുമ്പേ അദ്ദേഹം എല്ലാ ദിവസവും എഴുന്നേൽക്കുമായിരുന്നു. സ്റ്റോർ വൃത്തിയാക്കാനും ഉൽപ്പന്നങ്ങൾ അടുക്കിപ്പറിക്കി വയ്ക്കാനും പലതും പ്രവർത്തിപ്പിക്കാനും തുടർന്ന് തൊഴിലുടമയുടെ മക്കളെ പരിപാലിക്കാനും അവൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിധി അവനെ പുതിയ പാത കാണിച്ചു. അയാൾക്ക് ഒരു വൈദ്യുത കമ്പനിയിൽ ജോലി ലഭിച്ചു. അവിടെ അദ്ദേഹത്തിന് ലൈറ്റ് ബൾബുകളിലും സോക്കറ്റുകളിലും നല്ല താല്പര്യമുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും അദ്ദേഹം തൻ്റെ പഠനവും പരീക്ഷണവും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം സ്വയം ഒരു ലൈറ്റ് സോക്കറ്റിൻ്റെ മെച്ചപ്പെട്ട ഒരു മോഡൽ ഉണ്ടാക്കി. എല്ലാം സ്വയം ചെയ്തു. വളരെ ആവേശഭരിതനായി അവൻ അത് തൻ്റെ ബോസിനെ കാണിച്ചു. പക്ഷേ അവൻ്റെ ബോസിന് അതിലൊട്ടും മതിപ്പുണ്ടായിരുന്നില്ല. അത്തരം ഉൽപ്പന്നം ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിരസിക്കപ്പെട്ടെങ്കിലും അവൻ അവനിൽ വിശ്വസിച്ചു. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു. സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കാൻ. ഈ ആശയത്തെക്കുറിച്ച് അവൻ അവൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു. അവനോട് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ജോലി ഉപേക്ഷിച്ച് സ്വന്തം കമ്പനി ആരംഭിക്കാൻ കഴിയില്ല. കാരണം അതിന് അദ്ദേഹത്തിന് പരിചയമില്ല. പക്ഷെ വളരെ കുറച്ച് പണവും വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അവൻ തന്നെ വിശ്വസിച്ചു. അങ്ങനെ 22 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. അദ്ദേഹം തൻ്റെ സ്ഥിരമായ മാസശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ചെറിയ നിർമ്മാണ കമ്പനി ആരംഭിച്ചു. അവനും ഭാര്യയും അവരുടെ വീട്ടിലെ ചെറിയ കമ്പനിയിൽ സോക്കറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇരുവരും വീടുകൾ പോയി അത് വിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ഷോപ്പ് ഉടമയ്ക്കും വീട്ടുകാർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഓർഡറുകളൊന്നും ലഭിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. എന്നിട്ടും അവർക്ക് അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ സാധിച്ചില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതിജീവിക്കാൻ അദ്ദേഹം തൻ്റെ ഫർണിച്ചറുകൾ വിറ്റു. കുറേ രൂപ കടം വാങ്ങി. ഈ കമ്പനിയും മറ്റും ഉപേക്ഷിച്ച് തൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകുമെന്ന് പല ദിവസവും അദ്ദേഹം കരുതി. പക്ഷേ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയം എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും ഓർഡറുകൾ തേടി തെരുവിലിറങ്ങി. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു. ആ സമയം വന്നു. അദ്ദേഹം മിക്കവാറും പാപ്പരായി. സ്വപ്നം ഉപേക്ഷിക്കാൻ ഏറ്റവും കഠിനമായ തീരുമാനം എടുത്ത ദിവസം. അന്നാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചത്. തൻ്റെ ആദ്യത്തെ പ്രധാന ഓർഡർ 1000 സോക്കറ്റുകൾ ഒരു കടയിൽ നിന്ന് ലഭിച്ചു. 1000 സോക്കറ്റുകൾ ലഭിച്ച ആദ്യത്തെ പ്രധാന ഓർഡറിന് ശേഷം 100 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഇപ്പോൾ 2.5 ലക്ഷം ജീവനക്കാരുണ്ട്. വാർഷിക വിൽപ്പന $65 ബില്യൺ. അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും വിൽക്കപ്പെടുന്നു. വിദ്യാഭ്യാസവും പണവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന തന്നിലുള്ള വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കോണോസ് UK മാറ്റ് സുഹിത. തൻ്റെ ചെറിയ വീട്ടിൽ അദ്ദേഹം ആരംഭിച്ച കമ്പനി ഇപ്പോൾ ലോകമെമ്പാടും പാനാസോണിക് എന്നറിയപ്പെടുന്നു. വിജയം നിങ്ങൾ എത്രമാത്രം വിദ്യാസമ്പന്നനാണെന്നോ നിങ്ങളുടെ പക്കൽ എത്ര പണമുണ്ടെന്നതിനെയോ ആശ്രയിച്ചല്ല. വിജയം നിങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അതിനാൽ നിങ്ങൾ വിജയത്തിൻ്റെ പിന്തുടരിൽ മറ്റാരും ചെയ്യാത്തപ്പോൾ പോലും സ്വയം വിശ്വസിക്കുക. മറ്റാളുകൾ നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിജീവിക്കുക. ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുക. ആ അത്ഭുതത്തിനായി കാത്തിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റും. മറ്റൊരു പാനാസോണിക് ആകാനുള്ള കഴിവ് ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.